ഇന്നത്തെ യാത്ര പാട്ടോടുകൂടി ആരംഭിച്ചു. ഏതായാലും പാട്ട് അടിച്ചു പൊളിക്കുകയാണ് ഞങ്ങൾ. എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. ഇന്ന് നേരെ ദാലിലേക്കും പിന്നെ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കാഴ്ച ഭംഗിക്കൊരു കുറവുമില്ല. സൂപ്പർ കാഴ്ചകൾ. ഒരു വശത്തിങ്ങനെ മലനിരകളുടെ ഭംഗി. ഇത് കുങ്കുമപ്പാടമാണ് കേട്ടോ. ഇത് കുങ്കുമപ്പാടം. കാശ്മീരിൽ കുങ്കുമപ്പാടം. കുങ്കുമം നിലവിലില്ല, ഇപ്പം അത് വയ്ക്കാറായിട്ടില്ല. പക്ഷേ ഇതാണ് കുങ്കുമപ്പാടം. വളരെ ചെറിയ ചെടിയും ചെറിയ പൂവാണിത്. ഇതെങ്ങനെയുണ്ട്? വിദേശ രാഷ്ട്രങ്ങളിൽ പോയ പോലെ ഉണ്ട് അല്ലേ? ടോപ്പായിട്ടുണ്ട്. എന്താ മുകളിൽ കൂടെ ഹൈവേ പണിയൊക്കെ ഉണ്ട്. എന്തൊക്കെയൊക്കെയോ അവിടെ ഭയങ്കരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ഹൈവേ ആണ്. ഈ ഹൈവേയിൽ ചിലപ്പോൾ ഇത് നമ്മുടെ എയർഫോഴ്സിനൊക്കെ ചിലപ്പോൾ ഇത് റൺവേ ആയിട്ട് മാറാറുണ്ട്. അത്രയും നല്ല വീതിയുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി റൈറ്റ് നീളത്തിലുള്ളതാണ്, സ്റ്റഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് അങ്ങനെയാണ്. ഇതാണ് വളരെ നീളമുള്ള ശ്യാമപ്രസാദ് മുഖർജി ടണൽ. 9 കിലോമീറ്റർ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും നിറയിൽ കാണാൻ ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ. അതിൻ്റെ വ്യക്തമല്ലായിരുന്നു, എന്നാലും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ചെറിയൊരു ടൗണുണ്ട്, പഴയ പുരാതനമായ കെട്ടിടങ്ങളുടെ. ദാലിലേക്ക് എത്തി, അതിൻ്റെ തുടക്കത്തിലെത്തി. ഞങ്ങൾ ഒരു ബോട്ടിൽ കയറി. ഞങ്ങൾ പലരും പല ബോട്ടിലാണ് കയറിയത്. ബോട്ട് എന്ന് പറഞ്ഞാൽ തുഴയുന്ന ബോട്ടാണ്. അത് 4 പേർക്ക് ഒരു ബോട്ട് എന്ന നിലയ്ക്കാണ് അവിടെ എടുക്കുന്നത്. ഒരു തടാകം, ഗംഭീര തടാകം. ഈ തടാകത്തിൽ തന്നെ പലതും വിൽപ്പനയ്ക്കായിട്ട് വരുന്നുണ്ട്. ചായ, കാപ്പി, പാല്, അങ്ങനെ പല സാധനങ്ങൾ. അതുപോലെ കുങ്കുമപ്പൂ, പല ഐറ്റംസും വിൽപ്പനയ്ക്കായിട്ട് അവിടെ വരുന്നുണ്ട്. അവരുടെ ഉപജീവന മാർഗം ദാലിലേക്കിലൂടെയാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. ഇരുഭാഗത്തും താമസിക്കാനുള്ള കെട്ടിടങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? എന്നാൽ പിന്നെ ചായ കുടിക്കാമെന്ന് വെച്ചു. എന്താണ് ടേസ്റ്റ് എന്നറിയണ്ടേ? വെറുതെ ചായക്ക് മോഹം ഉണ്ടായിട്ടൊന്നുമില്ല. അയാൾ വന്നപ്പോൾ അവിടുത്തെ രുചി അറിയാമെന്ന് വിചാരിച്ചിട്ട് ചെയ്താണ്. ഇത് വേറൊരു തരം കച്ചവടക്കാരാണ് കേട്ടോ. കരകൗശല വസ്തുക്കളാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ അതും അതിൻ്റെ ബിസിനസ്, അങ്ങനെ പലതും നമ്മുടെ ഈ ദാലിലേക്കിലൂടെ കച്ചവടമായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കക്ഷി ഇതാ ഒരു കോഴി കണ്ടില്ലേ? ഇതിലെ വെള്ളത്തിൽ നിൽക്കുന്ന കണ്ടില്ലേ?
Kashmiri? Full badam. Will badam. Full badam. Will badam. Kumkum and Kashmiri badam and ഇവിടെ ഇത് വേറൊരു കുങ്കുമപ്പൂ ഇല്ലാതെ ഒരു ഐസ്ക്രീം വിഷയമില്ല ഇപ്പൊ പുള്ളി ചോദിക്കത്തില്ലേ? all together. അത് ഇത്രയും എന്തൊക്കെ വിലയുള്ളത് പറയും. ആള് ചിരിക്കുന്നു. Now एक देखो कैसे ഇതിൽ കുങ്കുമപ്പൂ മുതൽ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൽ. दाल लेक इसमें कितने लेक? 6 लेक्स. हाँ, एक Gulfam Lake, गुलफाम लेक, Golden Lake, गोल्डन लेक. Big Jal Lake, Oh, Open Lake, okay. and Nadir Lake हाँ. and Lotus Lake. Oh. Separate ways. Separate ways no, all connect, Oh. all connect. इधर से कनेक्ट कर. Either say connect. Okay, okay. That is called Dal Lake. Dal Lake. Okay, Dal thank. means big Ah, and lake is the lake. lake is the lake. Okay, thank you. Dal. ഞങ്ങൾ ഇനി അടുത്ത ബോട്ടിൻ്റെ യാത്ര കഴിഞ്ഞു. ദാലിലേക്ക് നിന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടേക്കാണ്. ഇവിടെ ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ ഭയങ്കരമായ കുന്നിന് മേലെയാണ് കേട്ടോ. കാശ്മീർ മുഴുവൻ കാണാൻ പറ്റും. നമ്മുടെ ബസ് അവിടെ നിർത്തിയിട്ട് അടുത്ത ഓട്ടോറിക്ഷയിൽ പോകണം. അവിടെ അങ്ങനെയൊരു നിയമം, അവരുണ്ടാക്കിയ നിയമമാണ്. അതാണ് ഭയങ്കര രസം. ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയൊക്കെ അവിടെ നിർത്തണം, എന്നിട്ട് അവരുടെ വണ്ടിയിൽ പോകണം. ഇതാണ് അങ്ങോട്ടുള്ള സ്റ്റെപ്പ്. കഷ്ടപ്പാടാണ്. 10-200 ചില്ലറ സ്റ്റെപ്പുകളുണ്ട്. നമ്മുടെ കുടുംബക്കാരെയും കൂട്ടുകാരൊക്കെ ആയിട്ട് വരികയാണ്. ഇതൊക്കെ കയറുമ്പോഴേക്കും വല്ലാത്ത പ്രയാസവും. പിന്നെ എൻട്രൻസിൽ ഇവിടെയുണ്ട് സൈനികരുടെ സേവനം, ഇവിടെയുണ്ട്. കാശ്മീർ മുഴുവനും കാണാൻ പറ്റുന്നുണ്ടോ? അതിന് മേലെ നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ ധർമ്മരഥ് ട്രസ്റ്റ് കണ്ടില്ലേ, ശ്രീ ശങ്കരാചാര്യ. എന്തായാലും ഇത്രയും വർഷം മുമ്പ് അദ്ദേഹത്തിന് പോയി ഇരിക്കാൻ കാണുന്ന സ്ഥലങ്ങളെ ഞാൻ കുടജാദ്രിയിലും പോയിട്ടുണ്ടേ. എങ്ങനെയാണ് ഈ സ്ഥലമൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടുന്നത്? അവിടെ എങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് എത്തിപ്പറ്റുന്നതൊരു പിടിയില്ല. എത്രയും വർഷം മുമ്പ്. ഉള്ളിലേക്കുള്ള വഴിയാണ്. അദ്ദേഹമൊക്കെ ഇരുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. ഇതാണ് കാശ്മീരിൻ്റെ വ്യൂ. സൂപ്പർ വ്യൂ ആണത്. ഇതിൽ നമ്മുടെ ക്യാമറയുടെ ആ ഒരു ശക്തിക്കനുസരിച്ച് എടുത്തിട്ടുണ്ട്. കാശ്മീർ മുഴുവൻ കാണാം കേട്ടോ. ഇങ്ങനെ 4 ചുറ്റും ഇത്രയും സംഗതികൾ. എന്താ രസം അറിയോ. ഫ്ലൈറ്റിൽ നിന്ന് നോക്കുന്ന പോലെ ഉണ്ടല്ലോ. നോക്കൂ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കാഴ്ചയത്. സഹയാത്രികരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കണം. മാഷും ടീച്ചറൊക്കെ ഉണ്ട്. ഒരു പേഴ്സണൽ നടത്തം. അതാണ് വെറുതെ രസം.
പിന്നെ കുറച്ച് നേരം ആ സ്ഥലം ഓർമ്മയില്ല. ഇവിടെ ഉച്ചയ്ക്കുള്ള ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഒന്ന് സ്പീഡാക്കി എടുത്തു. ആ വിക്ടറി ഒരു സിഗ്നൽ കാണിച്ചില്ലേ, അതാണ് ഫൈസൽ. ഇതാണ് ഷാലിമാർ പൂന്തോട്ടം ഗാർഡൻ. ഷാലിമാർ ഗാർഡൻ വളരെ ഫേമസ് ആയിട്ടുള്ള മുഗൾ ഗാർഡനാണ്. അവിടെ ഇതാ വേഷം മാറ്റിക്കൊണ്ടിരിക്കണം. കാശ്മീരി ഡ്രസ്സിലേക്ക് മാറുകയാണ് നമ്മുടെ കക്ഷികളൊക്കെ. ഞാനൊന്നും അതിട്ടില്ല കേട്ടോ. എന്തപ്പോൾ ഒരു നിമിഷം തരുന്നതാ, നമുക്ക് ഈ ഡ്രസ്സ് മതി, ധാരാളം മതി. പൂന്തോട്ടം എല്ലാവരും കണ്ടതുകൊണ്ട് ഇത്തിരി സ്പീഡാക്കുന്നുണ്ട്. ഇത് മുഗൾ ഗാർഡനാണ്. ഇനി രണ്ടാം തവണ കാണാൻ പോണതാണ് ഷാലിമാർ എന്നുള്ളത്. ഇത് മുഗൾ ഗാർഡൻ. ഇത്ര നേരം കേട്ടവർക്കൊക്കെ ഒരു തിരുത്താണ്. ഇതൊരു മുഗൾ ഗാർഡനാണ്. ഇനി ആ സമയത്ത് പറഞ്ഞപ്പോൾ അതിൽ ആരും ചിന്തിക്കണ്ട. ഇതാ നമ്മൾ അതിന് ശേഷം ഹസർബാൽ പള്ളി എത്തണം. ഇതൊരു ഫേമസ് പള്ളിയാണെന്ന് അറിയാലോ. പണ്ട് വിവാദത്തിനൊക്കെ ഇട വന്നിട്ടുള്ള ഒരു പള്ളിയാണ്. ഇവിടെ പോണ വഴിയിലുണ്ടാകുന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ കണ്ടത്. ഇത് പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്. ഈ പള്ളിക്കുള്ള പ്രത്യേകത പ്രവാചകൻ്റെ തിരുകേശം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ഇന്ന് അതിൻ്റെ പ്രദർശനമുണ്ടത്രേ. മാസത്തിൽ ഒരു തവണയും മറ്റുമാണ് ഇതിൻ്റെ പ്രദർശനം ഉണ്ടാവുക. കണ്ടില്ല, പള്ളി മിനാരത്തിൻ്റെ അടുത്ത് ആളുകൾ നിൽക്കുന്നുണ്ട്. പോലീസുകാരുണ്ട്, പോലീസും പട്ടാളമൊക്കെ ഉണ്ട്. ആളുകളെല്ലാം പ്രാർത്ഥനാ നിർഭരമായിട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. അതിൽ അവിടുത്തെ മുഖ്യപുരോഹിതൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുവേശം കാണിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം കയ്യിലുള്ള ഒരു സംഗതിയാണത്. വിഭിന്നമായ അഭിപ്രായക്കാരുണ്ട് ഇസ്ലാം മതത്തിൽ ഈ കാര്യത്തിൽ. തൽക്കാലം ഞാൻ അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അഭിപ്രായമൊന്നും പറയുന്നില്ല. ഓക്കെ, കാണിക്കുന്നതാണ് തിരുകേശം കേട്ടോ. വളരെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഭയങ്കരമായിട്ട്. ഓക്കെ, നമ്മുടെ ഹോട്ടലെത്തി.